നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടകം 1-ാം തീയതി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളിപ്പോൾ തൃപ്രയാറ് അമ്പലത്തിലാണ്, ശ്രീരാമ ക്ഷേത്രത്തിലാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള നടയുടെ തൊട്ടടുത്തുള്ള ലക്ഷ്മി നമ്പീശൻസ് കഫേയിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നല്ലൊരു മസാല ദോശ കഴിച്ചിട്ട് വന്നതാണ്. മസാല ദോശയ്ക്ക് ഫേമസ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ ചേച്ചിമാർ വന്ന് നമ്മുടെ ഓർഡർ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ദോശ വന്നിട്ടില്ല. നമ്മൾ ഭൂരി മസാല ദോശ ആണ് ഓർഡർ ചെയ്തേക്കണം. അപ്പോൾ ഭൂരി വന്നു നമ്മുടെ കൂട്ടുകാരൻ്റെ. ഭൂരി നല്ല അടിപൊളി ഭൂരിയാണ്. അതുപോലെ അതിൻ്റെ മസാലയും സൂപ്പറാണ്. നമ്മുടെ മസാല ദോശ വന്നു. മസാല ദോശ കാണുമ്പോൾ നല്ല കിടു ലുക്കാണ്. നല്ല നെയ്യിൻ്റെ മണക്ക് വരുന്നുണ്ട്. പക്ഷേ സാമ്പാറും തേങ്ങ ചട്നി അത്ര ഉഷാറായില്ല. പക്ഷേ തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മസാല ദോശയുടെ ഉള്ളിലത്തെ മസാല ഉണ്ടല്ലോ, അത് പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പം ആ തക്കാളി ചമ്മന്തി അതും കൂടിയിട്ട് ഞാൻ ഒരു പിടി പിടിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ആ മസാല ദോശയിൽ ഉരുളൻകിഴങ്ങിൻ്റെ ഒരു ചെറിയൊരു സ്വീറ്റ്നസ്സും മസാലയുടെ ഒരു എരിവും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളൊരു നെയ് റോസ്റ്റും ഉഴുന്നുവടയും ചായയും ഓർഡർ ചെയ്തു. ഉഴുന്നുവടയൊക്കെ നല്ല ക്രിസ്പി ഉഴുന്നുവടയും മസാല ദോശയിലത്തെ മസാലയും ഉഴുന്നുവടയും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു. ഒരു വെറൈറ്റി, അത് അടിപൊളിയായിരുന്നു. അതുപോലെ അവിടുത്തെ ചായയും കുഴപ്പമില്ലായിരുന്നു, ഉഷാറായിരുന്നു. എല്ലാം കൂടി മസാല ദോശ, നെയ് റോസ്റ്റ്, ഭൂരി, 2 ചായ, വട, ഇതൊക്കെ കൂടിയിട്ട് ആകെ 251 രൂപയാണ് നമുക്ക് ബില്ല് വന്നത്. ഇവിടുത്തെ സർവീസും നല്ല സർവീസാണ്. കർക്കിടകം 1-ാം തീയതി ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്ക് ഹോട്ടലിലുണ്ടായിരുന്നു. നമുക്ക് വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ സ്ഥലം കിട്ടിയത്. എന്തായാലും ഇവിടുത്തെ മസാല ദോശ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല മസാല ദോശയാണ്. ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്.